ഫ്രണ്ട്സ്, PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ടാം ഘട്ട LGS എക്സാം നടന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടവരിൽ നിങ്ങൾക്ക് എത്രത്തോളം ഗുണം ചെയ്തു എന്നും ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇനി വരുന്ന LGS മൂന്നാം ഘട്ട പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരുപാട് തവണ PC ആവർത്തിച്ച ചോദ്യം തന്നെയാണ് ഞാൻ ഇന്നും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 100ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത്. നേരത്തെയുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം പോയി കാണുക. ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഓരോ വീഡിയോയും നിങ്ങൾ നോക്കുക. നിങ്ങൾക്കത് നല്ല ഉപകാരപ്രദമായിരിക്കും. LGSന് കൂടുതലായിട്ടത് ഉപകാരപ്പെടും. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 100ാമത്തെ ക്വസ്റ്റ്യനാണ്. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ്, ആലപ്പുഴയാണ്. ഏതാണ്? ആലപ്പുഴയാണ്. അടുത്തത്, കേരളത്തിലെ ഏക ചന്ദൻ നിർമ്മാണ ഡിവിഷൻ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, മറയൂരാണ്. ഓപ്ഷൻ സി, മറയൂരാണ്. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ള ജില്ല ഏതാണ് എന്നുള്ളതാണ് 102ാമത്തെ. ഓപ്ഷൻ സി ആണ് ആൻസർ, എറണാകുളം. അടുത്തത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത് എന്നാണ്. ഓപ്ഷൻ ബി ആണ്, മലപ്പുറം. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം. അടുത്തത് 104ാമത്തെ, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം എ ആണ്, തിരുവനന്തപുരം. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ്. ഓപ്ഷൻ എ, തിരുവനന്തപുരമാണ്. അടുത്തത് 105, കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? ബി ആണ് ആൻസർ, നൂൽപ്പുഴ. ഗോത്ര പഞ്ചായത്താണ് നൂൽപ്പുഴ. അടുത്തത് 106ാമത്തെ, കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഡി ആണ്, ചിന്നാറാണ്. അടുത്തത്, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഓപ്ഷൻ എ ആണ്, ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ്. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. അടുത്തത് 108ാമത്തെ, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. 108 ബി ആണ്, കൊല്ലമാണ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. അടുത്തതായിട്ട്, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണെന്നുള്ളതാണ്. നമുക്കറിയാം, ഓപ്ഷൻ സി ആണ്, ഇരവികുളമാണ്. 110, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് പോകാം. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ് 110ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, 1956 നവംബർ 1 ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് 111, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ്. 111 നമുക്കറിയാം, കാസർഗോഡാണ്. എവിടെയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി, കാസർഗോഡ്. അടുത്ത് 112ാമത്തെ, മ്യൂസിരസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ കേരളത്തിൽ ഏതു ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു? ഏതാണ്? മ്യൂസിരസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ കേരളത്തിൽ ഏത് ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ്. ബി ആണ്, എറണാകുളം, തൃശ്ശൂർ. എറണാകുളം, തൃശ്ശൂരാണ്. അടുത്തത് 113ാമത്തെ, നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അത് വായിക്കാം. ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ, ഇരവികുളം, പാമ്പാടുംചോല, സൈലന്റ് വാലി, മതികെട്ടാഞ്ചോല. ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് എന്നുള്ളതാണ്. ഡി ആണ് ആൻസർ, 3. വേറിട്ട ജില്ലയിൽ നിൽക്കുന്നത് ഏതാണ്? സൈലന്റ് വാലിയാണ്. അടുത്തത് 114ാമത്തെ, ആന, വേഴാമ്പൽ,
കണിക്കൊന്ന, തെങ്ങ്. കടുവ, മയിൽ, കണിക്കൊന്ന, അരയാൽ. മൂന്നാമത്തെ ആന, മയിൽ, അശോകം, ചന്ദനം. നാലാമത്തെ ആന, വേഴാമ്പൽ, നീലക്കുറിഞ്ഞി, തെങ്ങ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മേൽപ്പറഞ്ഞവയിൽ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ശ്രേണി കണ്ടെത്താനാണ്. 114 ബി ആണ് ശ്രേണി. അടുത്തത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് ഏതെന്നുള്ളതാണ്. 115 എ ആണ്. മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് 116. നമുക്ക് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചോദ്യം പിന്നെ വായിക്കാം. കല്ലട, പേപ്പാറ, മലമ്പുഴ, പള്ളിവാസൽ. കേരളത്തിലെ ചില ജലവൈദ്യുത പദ്ധതികളാണിവ. ഇവയിൽ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു. അത് ഏതാണെന്നുള്ളതാണ്. ഇതിൽ 4 തന്നതിൽ ഒരെണ്ണം വ്യത്യസ്തത പുലർത്തുന്നതാണ്. ഏതാണ് അത് എന്നുള്ളതാണ്. 116 സി ആണ് ആൻസർ. നാലാമത്തെ ഏതാണ്? പള്ളിവാസലാണ്. അടുത്തത് 117. താഴെ തന്നിട്ടുള്ളവയിൽ KSEBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏത് അല്ലെങ്കിൽ ഏതെല്ലാം എന്നുള്ളതാണ്. 117 ബി ആണ് ആൻസർ. ഇവയെല്ലാം. അടുത്തത് 118. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇവയിൽ വ്യത്യസ്തത പുലർത്തുന്ന തടാകം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് മാനാഞ്ചിറ. അടുത്തത് അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത് എന്നാണ് 119 ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് വെള്ളായണിക്കായൽ. ഏതാണ്? അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? വെള്ളായണി കായലിലാണ്. അടുത്തത് 120. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ്. 120 സി ആണ്. ആറന്മുള ഉത്രാട്ടാതി വള്ളംകളിയാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 121 ക്വസ്റ്റ്യൻ ആണ്. മണ്ണിടിച്ചിലിൽ ദുരന്തമുണ്ടായ പെട്ടിമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. 121 ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇടുക്കി. അടുത്തത് 122. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ് എന്നുള്ളതാണ്. 122 ബി ആണ്. പെരിയാറാണ്. അടുത്തത് കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണെന്നുള്ളതാണ്. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ചെന്തുരുണി. ഓപ്ഷൻ ഡി ആണ്. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അടുത്തത് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര എന്നുള്ളതാണ്. 41 3 കിഴക്കോട്ട് ഒഴുകുന്നതും ബാക്കി 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നതുമാണ്. അടുത്തത് 125 ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 125 ക്വസ്റ്റ്യനാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പമ്പ. അടുത്തത് 126 ക്വസ്റ്റ്യനാണ്. സൈരേന്ദ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. സൈരേന്ദ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏതാണ്? സൈലന്റ് വാലിയാണ്. സൈരേന്ദ്രി വനം സൈലന്റ് വാലി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് 127. കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ കേരള സെൻറ്റർ ഫോർ പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയും. സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആലപ്പുഴ. എവിടെയാണ്? ആലപ്പുഴയിലാണ്. അടുത്തത് 128 ക്വസ്റ്റ്യനാണ്.
കേരളത്തിലെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ ബി ആണ് നെയ്യാറ്റിൻകര. അടുത്തത് 129. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് മരുപ്രദേശമാണ്. അതാണ് കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. അടുത്തത് 130ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കാസർഗോഡ്. അടുത്തത് 131ാമത്തെ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഭാരതപ്പുഴ. അടുത്തത് 132ാമത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് മലനാട്. ഏതാണ്? മലനാടാണ് ഏറ്റവും വലിയ ഭൂമേഖല. അടുത്തത് ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ടുകായലുമായി ബന്ധിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് പൊന്നാനിക്കാനൽ. അതെവിടെയാണ്? കനാലാണ് മലപ്പുറത്ത്. പൊന്നാനി കനാൽ എവിടെയാണ്? മലപ്പുറത്താണ്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏതാണ്? പൊന്നാനി കനാൽ, മലപ്പുറം. അടുത്തത് 134ാമത്തെയാണ്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ആണ് മാംഗോ ഷവർ. ഏതാണ്? മാംഗോ ഷവർ. അടുത്തത് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ് സൈലന്റ് വാലി. അടുത്തത് പെരിയാർ വന്യമൃഗ സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ഇടുക്കി. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. ഓപ്ഷൻ എ ഇടുക്കിയിലാണ്. അടുത്തത് കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? 137 ബി ആണ് ട്രിവാൻഡ്രം. അടുത്തത് ചൂലന്നൂർ പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി പാലക്കാടാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ആണ് ചെറുതുരുത്തി. കേരള കലാമണ്ഡലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെറുതുരുത്തിയാണ്. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 140 എ ആണ്. 38,863. അടുത്തത് 141ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ് എന്നുള്ളതാണ്. 141ാമത്തെ ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ്. ഓപ്ഷൻ ഡി കണ്ണൂരാണ്. അടുത്തത് 142ാമത്തെ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ആണ് ചിന്നാർ. ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ചിന്നാറാണ്. അടുത്തത് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? 143 എ ആണ്. ഡിസംബർ ടു ഫെബ്രുവരിയാണ്. അടുത്തത് പക്ഷിപാതാളം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 144 സി ആണ് വയനാട്. പക്ഷിപാതാളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം. അടുത്തത് 145ാമത്തെ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണെന്നാണ് ചോദ്യം. 145 ബി ആണ് ആൻസർ. AD 1859. അടുത്തത് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേരളം. ടൂറിസത്തെ വ്യവസായമായിട്ട് അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. അടുത്തത് 147ാമത്തെ ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ.
അടുത്തത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതെന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതാണ്? മണിയാറാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി മണിയാറാണ്. അടുത്തത് 149. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കൊച്ചി ഡോണ്ടി പോയിന്റ്. ബി ആണ് കൊച്ചി ഡോണ്ടി പോയിന്റ് ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 150. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്ററാണ്? തെക്കും വടക്കുള്ള നീളം എത്ര കിലോമീറ്റർ എന്നാണ്? 150. സി ആണ് ആൻസർ. 560 കിലോമീറ്റർ. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഏറനാട്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഏറനാട് താലൂക്ക്. അടുത്തത് കേരളത്തിലെ ചിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചിറാപുഞ്ചി ഏതാണ്? ലക്കിടി. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. ഓപ്ഷൻ ഡി ലക്കിടി. അടുത്തത് കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണെന്നുള്ളതാണ്. 153. ഓപ്ഷൻ ഡി ആണ് എക്കൽ മണ്ണാണ്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? ഓപ്ഷൻ ഡി എക്കൽ മണ്ണാണ്. അടുത്തത് നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 154. ഡി ആണ് തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ട്രിവാൻഡ്രം. അടുത്തത് 155. ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കയറാണ്. അടുത്തതായിട്ട് കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് 156. ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൊച്ചിയിലാണ്. അടുത്തത് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? 157. സി ആണ്. എവിടെയാണ്? തൂതപ്പുഴയിലാണ് മീൻവല്ലം. അടുത്തത് 158. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പത്തനംതിട്ട. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ടയിലാണ്. അടുത്തത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഫറോക്ക് ടു പാലക്കാടാണ്. ഫറോക്ക് ടു പാലക്കാടാണ് 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അടുത്തത് 160. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം മുതിരപ്പുഴ. അടുത്തത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ് 1972 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. അടുത്തത് 162. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? 162. സി ആണ്. ഏതാണ്? തിരുമംഗലം ടു കൊല്ലമാണ്. അടുത്തത് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. 163. ഏതാണ്? എ ആണ്. സംസ്ഥാനം എ ആണ്. കർണാടകയാണ്. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ എ കർണാടക. അടുത്തത് 164. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 77. അടുത്തത്
165 പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് എന്നുള്ളതാണ് 165. ഏതാണ് 165? ബി ആണ്, തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. അടുത്തത് കേരള പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഏതാണെന്നുള്ളതാണ് 166. ഡി ആണ്, കോഴിക്കോടാണ്. പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി, കോഴിക്കോടാണ്. അടുത്തത് 167. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് 167 ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏതാണെന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണെന്നാണ്. ഓപ്ഷൻ ഡി ആണ്, അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. അടുത്തത് 168. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, മഞ്ചേശ്വരം. ഏതാണ്? വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരമാണ്. അടുത്തത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? എത്ര ശതമാനമാണ്? 169. സി ആണ്, 1.18 ആണ്. ഓപ്ഷൻ സി ആണ്, 1.18 ആണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.18% കേരളം. അടുത്തത് 170. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണെന്നുള്ളതാണ് 170. ഓപ്ഷൻ സി ആണ്, കുണ്ടറയാണ്. കളിമൺ കുണ്ടറ. അടുത്തത് 171. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിസ്റ്റ് പ്രൊജക്റ്റ് ഏതാണെന്നുള്ളതാണ് 171. സി ആണ്, നീണ്ടകരയാണ്. അടുത്തത് KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. ബി ആണ് ആൻസർ, ബ്രഹ്മപുരം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി വരുന്ന LGS എക്സാമിനുള്ള ഓരോ വീഡിയോസും ഇതുപോലത്തെ ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടണമെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതെന്ത് ചെയ്യുക? തൊട്ടടുത്ത ബെല്ലൈക്കൺ ബട്ടണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാവുക. താങ്ക്